നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഹൃദ്രോഗം എന്ന് കേൾക്കുമ്പോൾ തന്നെ നെഞ്ചിടിപ്പും നെഞ്ചുവേദനയും അനുബന്ധ പ്രശ്നങ്ങളുമാണ് നാം പലപ്പോഴും ചർച്ച ചെയ്യാറ്. എന്നാൽ ഇതുപോലെ തന്നെ തുല്യ പ്രാധാന്യമുള്ള ഒന്നുണ്ട് നെഞ്ചിടിപ്പ്, നെഞ്ചിടിപ്പിൻ്റെ താളത്തിലുള്ള ക്രമവ്യത്യാസങ്ങൾ, പ്രവർത്തന തകരാറുകൾ. ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹൃദയ താളത്തിലുള്ള വ്യതിയാനങ്ങൾ, ഇതിനുള്ള ചികിത്സകളെല്ലാമാണ്. നിങ്ങളോട് സംസാരിക്കുന്നത് തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കാർഡിയോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ കെ നാരായണൻ നമ്പൂതിരി. നമസ്കാരം ഡോക്ടർ. ഇപ്പം പലപ്പോഴും നമ്മൾ ഹൃദ്രോഗികളുടെ നിരക്കുകൾ കൂടി വരുന്നു എന്ന് പറയുന്നു. എപ്പോഴും സംസാരിക്കുന്നത് നെഞ്ചുവേദന, അറ്റാക്കിലേക്ക് പോകുന്ന അവസ്ഥകളൊക്കെ തന്നെയാണ്. എന്നാൽ ഹൃദയമിടിപ്പ് നമ്മൾക്ക് സ്ഥിരമുള്ള ഒരു കാര്യമാണെങ്കിലും അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യാറില്ല, കൂടുതൽ അവെയർ അല്ല ആരും അതിനെപ്പറ്റി. എന്താണ് കൃത്യം സാധാരണ നിലയിലുള്ള ഹൃദയമിടിപ്പ് എന്ന് പറഞ്ഞ് തന്നെ തുടങ്ങാൻ തോന്നുന്നു അല്ലേ? നമുക്കെല്ലാം അറിയാം, നമുക്കൊരു സ്വാഭാവികമായിട്ടുള്ള ഹൃദയ താളമുണ്ട്. ഹൃദയസ്പന്ദനം സാധാരണഗതിയിൽ ഒരു മിനിറ്റിൽ 60 മുതൽ 100 വരെയാണ്. ഇത് ഒരു മണിക്കൂറിൽ 4000 തവണയും ഒരു ദിവസം ഏതാണ്ട് 1,00,000 തവണയുമാണ്. ഇങ്ങനെ ക്രമാനുബദ്ധമായി താളബദ്ധമായി മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തിൻ്റെ പ്രവർത്തനം തന്നെ പ്രാണവായുവും രക്തം വഴി പ്രാണവായു ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഈ താളത്തിന് അല്ലെങ്കിൽ ഈ തോതിന് വരുന്ന വ്യത്യാസം, ഈ താളഭംഗം അല്ലെങ്കിൽ തോതിന് വരുന്ന ഏറ്റക്കുറച്ചിലുകളാണ് സാധാരണയായി ഹൃദയമിടിപ്പിൻ്റെ അപാകതകളെന്നറിയുന്നത്. ഇത് ഒരാൾക്ക് പലപ്പോഴും അനുഭവപ്പെടണമെന്നില്ല. തൻ്റെ തന്നെ നെഞ്ചിടിപ്പ് അസ്വാഭാവികമായിട്ട് അനുഭവിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അത് ഒരു അസ്വാഭാവികമായിട്ട് അനുഭവപ്പെടുമ്പോഴാണ് അതിനെ നമ്മൾ ഹൃദയമിടിപ്പ് രോഗങ്ങൾ എന്ന് പറയുന്നത്. ഇതാണ് ഹൃദയമിടിപ്പ് രോഗങ്ങൾ. പക്ഷേ ഡോക്ടർ, പലപ്പോഴും നമ്മൾ പെട്ടെന്ന് ഒരു പേടിപ്പെടുത്തുന്ന ഒരു കാര്യം, ടെൻഷൻ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ, അസുഖകരമായൊരു വാർത്ത കേൾക്കുമ്പോഴൊക്കെ നെഞ്ചിടിപ്പ് കൂടിയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒരു രോഗാവസ്ഥയായി കാണേണ്ടതുണ്ടോ? അങ്ങനെയില്ല. സാധാരണഗതിയിലുണ്ടാകുന്ന ഈ ഹൃദയമിടിപ്പിൻ്റെ അപാകതകളെ, ഏറ്റക്കുറച്ചിലുകളെ നമുക്ക് 3 തരത്തിൽ വേണമെങ്കിലും വിഭജിക്കാം. ഒന്നാമതായിട്ട് അമിതമായ ഉത്കണ്ഠ, ആകാംക്ഷ, കൂടുതൽ പെർഫോം ചെയ്യാനുള്ള ത്വര, ഇതൊക്കെ വരുമ്പോഴുണ്ടാകുന്ന സ്വാഭാവികമായിട്ട് തന്നെ ഹൃദയമിടിപ്പിൻ്റെ തോത് വർദ്ധിപ്പിക്കുന്ന അവസ്ഥ. ഇതിൻ്റെ ആ താളത്തിന് അതിൽ വ്യത്യാസമില്ല. അത് 100-ലധികം തവണ മിടിച്ചുകൊണ്ടിരിക്കും ഈ അവസ്ഥയിൽ അമിതാധ്വാനത്തിന് ശേഷം. മറ്റു രോഗാവസ്ഥകളുടെ ഭാഗമായിട്ട് തൈറോടോക്സിക്കോസിസ്, തൈറോയിഡിൻ്റെ പ്രവർത്തനം അമിതമാകുന്ന അവസ്ഥ, പനി ഉണ്ടാകുന്നതിൽ, ഗർഭിണികളിൽ, രക്തക്കുറവ്, ഇതിലൊക്കെ തന്നെ നമ്മുടെ നെഞ്ചിടിപ്പ് 100-ലധികമായേക്കാം. ഇതും മറ്റു രോഗത്തോട് അനുബന്ധിച്ച് വരുന്ന അസ്വാഭാവികമായിട്ടുള്ള നെഞ്ചിടിപ്പ് എന്ന് മാത്രമേ കരുതാൻ പറ്റുള്ളൂ. ഹൃദയത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള പ്രശ്നമല്ല. പക്ഷേ ഹൃദയത്തിനുള്ള പേസ് മേക്കർ അല്ലെങ്കിൽ മസിലുകളിൽ നിന്ന് വരുന്ന അസ്വാഭാവികമായിട്ട് നെഞ്ചിടിപ്പാണ് ഒരു ഹൃദ്രോഗം എന്ന് പറയുന്നതും, അല്ലെങ്കിൽ ഒരു ഹൃദ്രോഗ വിദഗ്ധനെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ളതും. ഇതാണ് ഹൃദയമിടിപ്പിലെ രോഗം. ഡോക്ടർ, നമുക്കൊരു കോളുണ്ട്. ഹലോ. നമസ്കാരം, ഡോക്ടറോട് സംസാരിച്ചോളൂ. ചോദിച്ചോളൂ ഡോക്ടറോട്. ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ സാർ, ഞാനിത് കൊല്ലത്തുനിന്ന് വിളിക്കുകയാണേ. നമസ്കാരം, ചോദിക്കൂ. സാറേ, ഞാൻ കുറച്ചു നാളായിട്ട് ECG എടുത്തപ്പോൾ ECGയിൽ അവർ പറഞ്ഞ RBB ഉള്ള ECG ആണെന്നാ പറയുന്നത് സ്ഥിരമായിട്ട്. റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക്, RBB ബ്ലോക്ക്. അതെ അതെ. അപ്പൊ അത് മറ്റു രോഗം എന്തെങ്കിലും ഉണ്ടോ? മറ്റു രോഗാവസ്ഥകൾ എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഇതുവരെ വേറെ പ്രോബ്ലങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇല്ല. സാധാരണഗതിയിൽ RBB മാത്രമാണെങ്കിൽ 2 മുതൽ 5% വരെ സാധാരണ ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു വ്യത്യാസമാണ്. ഇതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നും ആവശ്യമില്ല. ഇതുകൊണ്ട് പ്രത്യേകിച്ച് പ്രോബ്ലവും ഇല്ല. പക്ഷെ എങ്കിലും ഒരു എക്കോ എടുത്ത് മറ്റ് ഹൃദയത്തിനകത്ത് ഭിത്തികൾക്കുള്ള സുഷിരങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും മതി. അത് അങ്ങനെയാണ്, ഒന്നും തന്നെ പേടിക്കാനില്ല. ഏതൊരാളെ പോലെയും നിങ്ങൾ നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതൊരു ഡോക്ടറുടെ കയ്യിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാൽ മതിയാവും. ഒരു ഹൃദ്രോഗ വിദഗ്ധന്റെ അവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് വേറെ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിയാവും. ശരി. ഇതിപ്പോ ശരിക്കും ഇത്തരം പ്രശ്നങ്ങൾ പുറത്തേക്കൊക്കെ, വിദേശത്തേക്കൊക്കെ പോകുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. അതിന്റെ ഒരു കാരണം മറ്റ് അസുഖങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. ശരിയാണ്. ഈ നെഞ്ചിടിപ്പ് രോഗങ്ങൾക്ക് കാരണമായിട്ടുള്ള പല പ്രശ്നങ്ങളും നമ്മൾ സാധാരണഗതിയിൽ ECG എടുക്കുമ്പോഴും മനസ്സിലാകും. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അസ്വാഭാവികമായിട്ട് അകാരണമായിട്ട് നെഞ്ചിടിപ്പ് വരാനുള്ളൊരു സാധ്യത കൂടുതലാണെന്ന് ഒരു സൂചകമാണല്ലോ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ജോബിൽ സെലക്ഷൻ്റെ സമയത്ത് തിരഞ്ഞെടുക്കുന്ന അവസരത്തിൽ സ്ക്രീനിങ് ടെസ്റ്റിലെടുക്കുന്ന ECGയിൽ കണ്ട് മറ്റു കുഴപ്പമൊന്നും ഇല്ലാതെ വ്യക്തികൾ വരാനുള്ള സാധ്യതയുണ്ട്, കാണാറുണ്ട്. അടുത്ത ഒരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ. ഹലോ മാഡം.
ചോദിച്ചോളൂ ഡോക്ടറോട്. എന്റെ പേര് ജയകൃഷ്ണൻ എന്നാണ്. എന്താണ് സംശയം? ഹലോ, ബുദ്ധിമുട്ട് എന്താണെന്ന് പറയൂ. സാറേ ഞാൻ നേരത്തെ ബൈപ്പാസ് സർജറി ചെയ്ത ആളാണ്. എനിക്കിപ്പോ ചില ഇടയ്ക്കിടയ്ക്ക് ഈ ഹൃദയത്തിന്റെ ഇടിപ്പിന്റെ ഒരു രാത്രി കിടക്കുമ്പോഴൊക്കെ ഇങ്ങനെ തോന്നാറുണ്ട്, കൂടുതലാണോ എന്നുള്ളത്. കൂടുതലാണെന്ന് തോന്നുന്നു. തലചുറ്റലോ ബോധക്കേടോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇതുവരെയ്ക്ക് 3 വർഷമായി ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ട് ചിത്രയിലായിരുന്നു കഴിഞ്ഞത്, തിരുവനന്തപുരം ആ ഹോസ്പിറ്റലായിരുന്നു കഴിഞ്ഞത്. അതെ അതെ. സാധാരണയായിട്ട് ഹൃദയത്തിന്റെ ബൈപ്പാസ് സർജറി കഴിഞ്ഞവരിൽ പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് മുന്നേ, ഹൃദയാഘാതം മുന്നേ ഉള്ള ആൾക്കാരിലാണെങ്കിൽ ഈ ഹൃദയം അറ്റാക്ക് വന്ന ഭാഗത്ത് പലപ്പോഴും ചില സ്കാർ അല്ലെങ്കിൽ പൊറ്റ കെട്ടുന്നത് പോലെ കാണാറുണ്ട്. അവിടെ നിന്ന് അസ്വാഭാവികമായിട്ടുള്ളൊരു നെഞ്ചിടിപ്പിന്റെ ഭാഗമായിട്ട് ഉള്ളതായിരിക്കാം. അങ്ങനെ ആകണമെന്നില്ല, ഈ പറഞ്ഞതിൽ നിന്ന് അതാണെന്ന് തോന്നുന്നുമില്ല. എങ്കിലും ഒരു ECG എടുക്കുകയും ചിലപ്പോൾ ECG എടുത്തതിന് ശേഷം ഹോൾട്ടർ എന്ന് പറഞ്ഞ മറ്റൊരു ടെസ്റ്റ് ഉണ്ട്, അതും ചെയ്യുന്നത് നന്നായിരിക്കും. ECG എടുക്കുമ്പോഴും നമ്മളൊരു 10 ഹൃദയസ്പന്ദനങ്ങൾ മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ. ഹോൾട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ECG ഒരു ഫോട്ടോ എടുക്കുന്നതാണെങ്കിൽ ഹോൾട്ടറിനെ നമുക്കൊരു വീഡിയോയോട് ഉപമിക്കാം. അതായത് ഒരു ദിവസം മുഴുവനായിട്ട് 100,000-ഓളം വരുന്ന ഹൃദയമിടിപ്പുകളെ പൂർണ്ണമായി രേഖപ്പെടുത്തി അതിലേതെങ്കിലും ഒരു ഹൃദയമിടിപ്പിന് വരുന്ന അസ്വാഭാവികത പോലും കൃത്യമായി കണ്ടെത്തി രോഗനിർണയം നടത്താൻ സഹായിക്കുന്ന ഒരു രോഗനിർണയോപാധിയാണ് ഹോൾട്ടർ. പക്ഷെ നമ്മളിത് അധികം കേട്ടിട്ടില്ല. ECG സർവ്വസാധാരണയായിട്ട് കേൾക്കുന്നു. ഇത് എല്ലാ ആശുപത്രികളിലും ഇത് സൗകര്യം, ഏതാണ്ട് എല്ലായിടത്തും സൗകര്യമുണ്ട്. 24 മണിക്കൂർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ട ആവശ്യം പോലും ഇല്ല. രോഗിക്ക് സാധാരണ രീതിയിൽ തന്നെ മറ്റ് പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാം, വീട്ടിലേക്ക് പോകാം. അതിനുശേഷം തിരിച്ചു കൊണ്ടുവന്ന് ആ ഹാർഡ് ഡിസ്ക് മാറ്റി അത് കമ്പ്യൂട്ടറിൽ വെച്ച് നമുക്ക് പൂർണ്ണമായിട്ട് വിശകലനം ചെയ്യാവുന്നതാണ്. വളരെ ലളിതമായിട്ടുള്ള ഒരു രോഗനിർണയോപാധിയാണ് ഹോൾട്ടർ. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നെഞ്ചിടിപ്പിന്റെ വ്യത്യാസങ്ങൾ. ഇപ്പോൾ ചില സമയത്ത് ഇത് നെഞ്ചിടിപ്പ് കൂടുന്നതായിട്ട് ചിലർ പറയും, ചിലപ്പോൾ കുറയുന്നതായിട്ട് പറയും, ചിലത് ഇങ്ങനെ സ്കിപ്പ് ചെയ്തു പോകുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാണ് ഗൗരവമായിട്ടുള്ള അവസ്ഥ? എപ്പോഴാണ് ഡോക്ടറെ സമീപിക്കേണ്ടത്? നെഞ്ചിടിപ്പ് കൂടുന്നതും കുറയുന്നതിനുള്ള പ്രാധാന്യം വളരെ വ്യത്യസ്തമാണ്. 40-ൽ താഴെ ഹൃദയമിടിപ്പ് കുറയുകയാണെങ്കിൽ തലച്ചോറിലേക്കും മറ്റ് ഭാഗങ്ങളിലേക്കും രക്തചംക്രമണം സാധ്യമല്ലാതെ വരും. ഈ അവസരത്തിൽ തലച്ചോറിന് രക്തം കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ബോധം നഷ്ടപ്പെടും. രോഗിക്ക് ബോധം നഷ്ടപ്പെടാം, കണ്ണിൽ ഇരുട്ട് കയറാം, പെട്ടെന്ന് വീഴാം, പലപ്പോഴും ആകസ്മിക മരണം തന്നെ സംഭവിക്കാവുന്നതാണ്. ഇത് കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥയുടെ ഭാഗമായിട്ടാണ് പലപ്പോഴും വളരെ മാരകമായ രീതിയിൽ വരിക. അപ്പോൾ ഇത്തരം രോഗികളിൽ പേസ് മേക്കർ ചികിത്സയാണ് വേണ്ടത്. പേസ് മേക്കർ ചികിത്സ ഞാനത് കാണിച്ചു തരാം. ഹൃദയത്തിലേക്ക് ഈ വൈദ്യുത ചാലകമായിട്ടുള്ള ലോഹനാരുകൾ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. തോളിലിന് താഴെ വശത്തായിട്ട് ഈ പേസ് മേക്കറിൻ്റെ പൾസ് ജനറേറ്റർ ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് ഹൃദയത്തിന് ആവശ്യമായ രീതിയിൽ സ്വാഭാവികമായിട്ടുള്ള വൈദ്യുത തരംഗങ്ങൾ വളരെ കൃത്യമായി തന്നെ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇതാണ് പേസ് മേക്കർ ചികിത്സ. ഇത് അതായത് ഹൃദയമിടിപ്പ് കുറഞ്ഞവരിലാണ് ഉപയോഗിക്കുന്നത്. ഇനി കൂടിയവരിലും പലപ്പോഴും ഈ രോഗലക്ഷണങ്ങൾ ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും, പക്ഷെ അവർക്കുള്ള ചികിത്സാ രീതികൾ വ്യത്യസ്തമാണ്. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തുടരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പം ഹൃദയമിടിപ്പിന് താളം ക്രമാതീതമായി വർദ്ധിച്ചാൽ അതൊരു രോഗാവസ്ഥയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ECG വഴിയൊക്കെ അത് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതിനുള്ള ചികിത്സകൾ? നെഞ്ചിടിപ്പ് ക്രമാതീതമായി വർദ്ധിക്കുന്നത്, അതായത് 100-ലധികം വർദ്ധിക്കുന്നു, അതിൻ്റെ താളത്തിനോ അല്ലെങ്കിൽ തോതിനോ വരുന്ന വ്യത്യാസങ്ങളെ കണ്ടെത്തി ചികിത്സിക്കുന്നതിന് 3 ഉപാധികളാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള എപ്പോഴും മരുന്ന് തന്നെയാണ്. അതിൽ കൂടുതലായി മരുന്ന് ഫലിക്കാതെ വരുമ്പോഴോ മരുന്നിലുപരിയായിട്ട് നമുക്ക് ചികിത്സാ രീതികൾ അനുവർത്തിക്കേണ്ടി വരുമ്പോഴോ ചെയ്യാവുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഹൃദയമിടിപ്പിൻ്റെ പ്രഭവസ്ഥാനം, ഈ അസ്വാഭാവികമായിട്ട് വരുന്ന ഹൃദയമിടിപ്പ് എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ടെത്തി അവയെ പൂർണ്ണമായി നിർവീര്യമാക്കാൻ റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിച്ച് നിർവീര്യമാക്കുന്ന ഒരു ചികിത്സാ രീതിയുണ്ട്. അതിനാണ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്ന് പറയുന്നത്. ഇതും വളരെ ലളിതമായിട്ടുള്ളൊരു ചികിത്സ തന്നെയാണ്. ഹൃദയത്തിൻ്റെ അകത്തേക്ക് ലോഹനാരുകൾ, കത്തീറ്റേഴ്സ് കടത്തിവിട്ട്, അനേകം കത്തീറ്റേഴ്സ് ഹൃദയത്തിന് അകത്തേക്ക് കടത്തിവെച്ച് എവിടെ നിന്നാണോ ഈ ഹൃദയമിടിപ്പ് ആദ്യമായി തുടങ്ങുന്നത്, അതിൻ്റെ പ്രഭവസ്ഥാനം എവിടെയാണെന്ന് കണ്ടെത്തി അവയെ റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിച്ച് കരിച്ചു മാറ്റുക. ഇതിനാണ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്ന് പറയുന്നത്. ഇതല്ലാതെ ഇതുപോലും ഫലിക്കാതെ വരുന്ന ചില അവസരങ്ങളിൽ, അതായത് മാരകമായി മാറിയേക്കാവുന്ന ചില നെഞ്ചിടിപ്പ് രോഗങ്ങളിൽ, വെൻട്രിക്കുലർ ടെക്കിക്കാർഡിയ എന്ന് പറയുന്ന രോഗങ്ങളിലാണ് അത് കൂടുതലായിട്ട് ചെയ്യുന്നത്.
അത്തരം ആൾക്കാർക്ക് പേസ് മേക്കറിൽ ഉപരിയായിട്ടുള്ളൊരു ചികിത്സാ രീതിയാണ് ഓട്ടോമാറ്റിക് ഇംപ്ലാന്റബിൾ കാർഡിയാക് ഡീഫിബ്രിലേറ്റേഴ്സ് എന്ന് പറയുന്നത് AACD എന്ന് പറയും. അപ്പോൾ ഈ AACD എന്ന് പറയുന്ന ചികിത്സാ രീതി ഒരു പേസ് മേക്കർ പോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. നെഞ്ചിടിപ്പ് പെട്ടെന്ന് കൂടുമ്പോൾ ഷോക്ക് കൊടുത്ത് ഹൃദയത്തിന് പൂർവാവസ്ഥയിൽ എത്തിക്കുന്ന ഒരു ചികിത്സാ രീതിയാണത്. ഡോക്ടർ, ഒരു കോളർ ഉണ്ട് നമുക്ക്. ഹലോ, ഹലോ, ഇത് പൊതുവെ എന്നാണ് അനിൽ എന്ന് പറയും. ചോദിച്ചോളൂ. സാർ, എനിക്ക് നമുക്ക് ഉറങ്ങുന്ന സമയത്ത് ഭയങ്കരമായ നെഞ്ചെടുപ്പും ഉറങ്ങാൻ നമുക്ക് ഉറക്കം ഒട്ടും കിട്ടുന്നില്ലാത്തൊരവസ്ഥയാണ്. ഡോക്ടർ, അതിന് കാരണം? അത് ഉറക്കത്തിൻ്റെ സമയത്ത് ഉറക്കം വരാത്ത അവസ്ഥയും അതോടൊപ്പം തന്നെ നെഞ്ചിടിപ്പ് അനുഭവപ്പെടുന്നതും അമിതമായ ആങ്സൈറ്റി, ഉത്കണ്ഠ കൊണ്ടാണ്. ഉറക്കത്തിൻ്റെ ഈ നെഞ്ചിടിപ്പ് ഒരു ഹൃദയത്തിൻ്റെ രോഗാവസ്ഥ അല്ല. അതിനുവേണ്ടി ഒരു കാർഡിയോളജിസ്റ്റിനെ കാണേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണെന്നൊരു നല്ലൊരു ഫിസിഷ്യനെ കണ്ട് അതിന് എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ എന്ന് നോക്കുന്നത് നന്നായിരിക്കും. അമിതമായി ഉത്കണ്ഠ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അതെ അതെ. നമുക്ക് എന്താണ് അതിനൊരു എന്താണ് നമുക്ക് ട്രീറ്റ്മെന്റ് ഉള്ളത്? സാധാരണ രീതിയിൽ മാനസികമായ പിരിമുറക്കം ഒഴിവാക്കാനുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യുക. അതോടൊപ്പം തന്നെ അതിന് വേണമെങ്കിൽ മാത്രം മരുന്ന് കഴിക്കുക. ഒരു ഫിസിഷ്യനെ കാണുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം. ഡോക്ടർ, ഇപ്പോൾ ഈ ഹൃദയ താളത്തിലുള്ള വ്യതിയാനങ്ങൾക്ക് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കൂടുമ്പോൾ മരുന്ന് കൊണ്ടുള്ള ഒരു ചികിത്സയുണ്ട് തുടക്കത്തിൽ നിന്ന്. സാധാരണ ഹൃദ്രോഗങ്ങൾക്ക് പലപ്പോഴും മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ എല്ലാ കാലവും കഴിക്കേണ്ട ഒരവസ്ഥയാണല്ലോ. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് അതെങ്ങനെയാണ്? ചില ഹൃദയമിടിപ്പ് രോഗങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരും. പക്ഷേ അത്ര തന്നെ സങ്കീർണമല്ലാത്ത ഹൃദയത്തിൻ്റെ മുകളിലത്തെ അറയിൽ നിന്ന് വരുന്ന സുപ്രാവെൻട്രിക്കുലർ ടെക്കിക്കാർഡിയ എന്ന രോഗത്തിന് ഇന്നത്തെ പ്രാഥമികമായ ചികിത്സാ രീതി തന്നെ അബ്ലേഷനാണ്, കരിച്ചു മാറ്റുക എന്നുള്ളതാണ്. ഇതൊരു പൂർണ്ണമായി രോഗം നിർമ്മാർജ്ജനം ചെയ്യുന്ന, രോഗശാന്തി പൂർണ്ണമായി ലഭ്യമാക്കുന്ന ഒരു ഉദാത്തമായ ഒരു ചികിത്സാ രീതിയാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് യാതൊരു മരുന്നും തന്നെ പിന്നെ ഉപയോഗിക്കേണ്ടതില്ല. മറ്റൊന്ന്, ഇപ്പോൾ ഇതുപോലെ ഹൃദയമിടിപ്പിലെ താളം കൂടുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി കുറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ആരിലെല്ലാമാണ് ഇത് കാണുന്നത് എന്ന്? അങ്ങനെ പ്രത്യേക വിഭാഗത്തിനാണോ? പ്രായഭേദമന്യേ കണ്ടുവരാവുന്ന ഒരു അസുഖമാണ്. പലപ്പോഴും ഗർഭാവസ്ഥയിലുള്ള ശിശുവിൽ പോലും, അല്ലെങ്കിൽ 70-80 വയസ്സുള്ള പ്രായമായവരിലും ഒക്കെ തന്നെ ഈ കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് അല്ലെങ്കിൽ ഹൃദയമിടിപ്പ് കുറയുന്ന ഒരു അവസ്ഥ കണ്ടുവരുന്നതാണ്. ജനിച്ച അന്ന് തന്നെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 20ഓളം കുട്ടികളിൽ ജനിച്ച ഡേ 1 ആദ്യ ദിവസത്തിൽ തന്നെ പേസ് മേക്കർ നമ്മൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അത് പറയുമ്പോഴാണ് ഈ പേസ് മേക്കർ, പലപ്പോഴും നമ്മൾ പേസ് മേക്കർ നൽകും, ഇത് ആരിലെല്ലാം ഘടിപ്പിക്കാം, ആർക്കെല്ലാം ഉപയോഗിക്കാം എന്നൊക്കെ ഉള്ളൊരു സംശയം പലവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പ്രായഭേദമന്യേ എല്ലാവരിലും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ നമ്മളത് ചെയ്യുന്ന രീതിയിൽ ചില വ്യത്യാസങ്ങൾ വരും. ഉദാഹരണമായിട്ട് 5-10 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണെങ്കിൽ രക്തക്കുഴലുകളിൽ കൂടി ഈ ലോഹനാരുകൾ കടത്തിവിട്ട് ഹൃദയത്തിനകത്ത് ഇത് ഘടിപ്പിക്കാനുള്ള ചികിത്സാ രീതിക്ക് ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് അത്തരം കുട്ടികളിൽ നെഞ്ച് തുറന്ന് ഹൃദയഭിത്തിക്ക് ലീഡ് ഘടിപ്പിക്കുക, അതായത് വൈദ്യുത ചാലകൻ ലീഡ് അവിടെ ഘടിപ്പിച്ച് ഈ ബോക്സ് അല്ലെങ്കിൽ പൾസ് ജനറേറ്റർ പേസ് മേക്കറിൻ്റെ ഭാഗം ഈ വയറിനുള്ളിൽ ഘടിപ്പിക്കുന്നതാണ് കാണുന്നത്. നേരെ തിരിച്ച് പ്രായമായവരിലാണെങ്കിൽ ഇടത്തെ തോളെല്ലിന് താഴെയായിട്ട് തൊലിക്കടിയിൽ ഈ പൾസ് ജനറേറ്റർ ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രായം ഒരു പരിമിതിയല്ല പേസ് മേക്കർ ചികിത്സക്ക്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. സംസാരിച്ചോളൂ ഡോക്ടറോട്. ചോദിക്കൂ. ചോദിച്ചോളൂ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഹലോ. ചോദിക്കൂ. ഇവിടെ കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. ഞാൻ മലപ്പുറത്ത് നിന്നാണ്. അബൂബക്കറാണ്. ചോദിച്ചോളൂ. ടിവിയിൽ ശ്രദ്ധിക്കണ്ട, ചോദ്യം ചോദിച്ചോളൂ. ഫാർമസി ഫീൽഡിലുള്ള ആളാണ്. നമസ്കാരം. ഇടയ്ക്കിടയ്ക്ക് എന്റെ BP കൺട്രോൾ ചെയ്ത് കിട്ടുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഹൃദയമിടിപ്പ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ അത് സിലാക്കാർ പോലെയുള്ള ചില മരുന്ന് കഴിക്കുന്നവരിലും നമ്മൾ നെഞ്ചിടിപ്പ് കണ്ടുവരുന്നുണ്ട്. അത് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണ്. അതൊരു രോഗമല്ല. അത് പൾസ് റേറ്റ് കുറയുമ്പോൾ അല്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളെ ഈ മരുന്നുകൾ ബാധിക്കുന്ന അവസ്ഥയിലൊക്കെ നെഞ്ചിടിപ്പ്, നമുക്ക് സ്വാഭാവികമായിട്ടുള്ള നെഞ്ചിടിപ്പ് തന്നെ ഒരു മിടിപ്പ് അധികമായിട്ട് അനുഭവപ്പെടാം. അതൊരു രോഗമല്ല. ചിലപ്പം വേണമെങ്കിൽ ഒരു ഫിസിഷ്യനെ കാണിച്ച് മരുന്ന് മാറ്റണമെന്ന് ചിന്തിക്കാവുന്നതാണ്. അവിടെ ഒരു ഫിസിഷ്യനെ കാണിച്ചിട്ട്
ഈ മരുന്ന് മാറ്റണമെന്നുള്ളത് ചോദിച്ചോളും. ശരി ഡോക്ടർ, ഇപ്പോൾ ഈ ഹൃദയമിടിപ്പിൽ താളത്തിൽ പ്രത്യേകതകൾ അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഒരു സങ്കീർണതയെക്കുറിച്ചിട്ട് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. എന്താണ് ഇതുകൊണ്ടുള്ള പ്രശ്നം? സങ്കീർണമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് എപ്പോഴാണ്? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പല രോഗികളിലും 90% രോഗികളിലും നെഞ്ചിടിപ്പ് അത്ര അപകടകാരിയായിട്ടുള്ളൊരു അസുഖം അല്ലെന്ന് ലക്ഷണം അല്ലെന്ന് തന്നെ പറയാം. അത് പ്രതിനിധാനം ചെയ്യുന്ന അസുഖം വളരെ പ്രാധാന്യമുള്ളതും ആവണമെന്നില്ല. പക്ഷേ 10% ആൾക്കാരിൽ ഈ നെല്ലും പതിരും വേർതിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായ പ്രശ്നം. അത് ആർക്കൊക്കെയാണ് ഈ പ്രശ്നം കൂടുതലായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഹൃദയത്തിന് ഘടനാപരമായ വൈകല്യമുള്ളവരിൽ അവർക്ക് ഈ നെഞ്ചിടിപ്പ് പലപ്പോഴും താഴത്തെ അറയിൽ നിന്നാണ് വരിക. താഴത്തെ അറയിൽ നിന്ന് വരുന്ന ഏതാണ്ട് എല്ലാ നെഞ്ചിടിപ്പും കൂടുതൽ അപകടകാരിയാണ്. അതിന് വെൻട്രിക്കുലർ ടെക്കിക്കാർഡിയ എന്ന് പറയും. കൂടാതെ മുന്നേ ഒരു രോഗി ചോദിച്ചതുപോലെ ബൈപ്പാസ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ള രോഗികളിൽ വരുന്ന നെഞ്ചിടിപ്പ് നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടെ കാണേണ്ടതാണ്. ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്ന അവസ്ഥയിൽ പലപ്പോഴും ഹൃദയത്തിന് സങ്കോചിച്ച് അല്ലെങ്കിൽ അടുത്ത് പമ്പ് ചെയ്യാനുള്ള സമയം ലഭിക്കുന്നില്ല. ഹൃദയത്തിനുള്ളിലേക്ക് രക്തം വന്നാലേ പമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് സമയം ലഭിക്കാത്ത അവസ്ഥയിൽ, വളരെ അമിതമായി തീവ്രമായി മിടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇത്തരം രോഗികളിൽ വേണ്ട രീതിയിൽ പമ്പിങ് ഫംഗ്ഷൻ നടക്കില്ല. അപ്പോൾ തലചുറ്റി വീഴാനും ആകസ്മിക മരണം ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബോധക്കേടുണ്ടാവുന്നവരിൽ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തുടരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ ഹോൾട്ടറിനെ കുറിച്ച് പറയുമ്പോൾ 24 മണിക്കൂറിലാണ് ഇതിൻ്റെ ഒരു നിരീക്ഷണം നോക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നമ്മൾ ഒരുപാട് വർഷങ്ങളിലുള്ള ഒരുപാട് സമയം കൊണ്ടുള്ള ഈ ഹൃദയമിടിപ്പിലുള്ള വ്യത്യാസങ്ങൾ എങ്ങനെയാണ് 24 മണിക്കൂറിനുള്ളിൽ അക്യുറേറ്റ് ആയിട്ട് അറിയാൻ കഴിയാവുന്നത്? അത് വളരെ പ്രധാനമാണ്. പലപ്പോഴും രോഗികൾക്ക് ഒരു വർഷത്തിൽ 1-2 വർഷത്തിൽ ഒരു തവണ മാത്രം നെഞ്ചിടിപ്പ് അല്ലെങ്കിൽ തലചുറ്റി വീഴുക, ഇത്തരം പ്രശ്നമായിട്ടാണ് വരിക. അപ്പോൾ 24 മണിക്കൂർ ഹോൾട്ടർ പലപ്പോഴും ആ രോഗനിർണയം നടത്താൻ പരിമിതമായ ഇൻഫർമേഷൻ, അറിവ് മാത്രമേ നമുക്ക് തരുള്ളൂ. പക്ഷെ അതിന് കൂടുതലായിട്ടൊരു പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഈ 1 ലക്ഷത്തോളം ഹൃദയസ്പന്ദനങ്ങളെ നമ്മൾ സാമ്പിൾ ചെയ്യുന്നുണ്ട് ഈ ഹോൾട്ടർ എന്ന രോഗനിർണയോപാധിയിൽ. അപ്പോൾ പലപ്പോഴും രോഗകാരണങ്ങളായിട്ടുള്ള അവസ്ഥ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിലും രോഗസൂചകങ്ങളായിട്ടുള്ള പല പ്രത്യേകതകളും അസ്വാഭാവികതകളും നമുക്ക് ഹോൾട്ടർ വഴി കണ്ടെത്താൻ പറ്റും. അത്തരം രോഗികളിൽ, അതായത് ഒരു 6 മാസത്തിലോ 1 വർഷവും കൊണ്ട് മാത്രം വരുന്ന അസുഖം ലക്ഷണങ്ങളുള്ളവരിൽ ഈ ഒരു കാര്യകാരണ ബന്ധം, അതായത് ഹൃദയമിടിപ്പിലുള്ള അസ്വാഭാവികതയും ആ രോഗലക്ഷണവും തമ്മിലുള്ളൊരു കാര്യകാരണ ബന്ധം തെളിയിക്കാനായിട്ടുള്ള മറ്റൊരു രോഗനിർണയോപാധിയാണ് ഇംപ്ലാന്റബിൾ ലൂപ്പ് റെക്കോർഡർ എന്ന്. അതായത് ഹൃദയത്തിന് പുറമെ തൊലിക്കടിയിലായിട്ട് ഒരു ചെറിയൊരു പെൻഡ്രൈവിൻ്റെ മാത്രം വലിപ്പമുള്ള ഒരു ECG റെക്കോർഡിംഗ് ഘടിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് 5 മിനിറ്റിൻ്റെ മാത്രം ഒരു ചെറിയ ശസ്ത്രക്രിയയാണ്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം ഡോക്ടർ. ഞാൻ താമരശ്ശേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ചോദിച്ചാലോ? സാറേ, എനിക്ക് എന്റെ ഒരു 25 വർഷങ്ങൾ മുൻപിട്ട് തുടങ്ങിയതാണ് ഹൃദയത്തിന്റെ മിടിപ്പ് വർദ്ധിക്കുന്നത്. ഇപ്പൊ എത്ര പ്രായമായി? എനിക്ക് ഇപ്പൊ 50 വയസ്സായി. എനിക്കൊരു 25 വർഷം മുൻപിട്ട് ഇത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആദ്യമൊക്കെ ഇത് കുറഞ്ഞ സമയമുള്ളായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് തലയെല്ലാം കുനിച്ചിരിക്കുമ്പോ അതൊക്കെ നിൽക്കായിരുന്നു. മാറും. എത്ര വരെ ഹൃദയമിടിപ്പ് എത്ര കൂടുതലായിട്ട് വരുന്നുണ്ട്? 150 വരുന്നുണ്ടോ? സാർ, അത് ശക്തമായിട്ട് ഇടിയോണ്ട് എനിക്ക് ഡ്രസ്സൊക്കെ ഞാൻ തള്ളി. അതെ. ആശുപത്രിയിൽ എപ്പോഴെങ്കിലും പോയി ആ അവസരത്തിൽ ECG എടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഈ അവസ്ഥയിൽ എനിക്ക് ECG എടുക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് ഈ കംപ്ലൈന്റ് പിന്നീട് കുറെ ശേഷം എനിക്ക് അത്യാവശ്യം ഒരു ബോധം വന്നപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചു, പ്രൊഫസറെ കാണിച്ചു, കാർഡിയോളജി. പറഞ്ഞോളൂ. ആ ഡോക്ടറെ കാണിച്ചപ്പോ അയാൾ എനിക്ക് ന്യൂട്ടൺ 20 എന്ന് പറയുന്ന ഇത് സാധാരണയായിട്ട് ഹൃദയത്തിന്റെ മുകളിലത്തെ അറയിൽ നിന്ന് വരുന്ന SVT എന്ന് പറയുന്ന ഒരു രോഗത്തിന്റെ ലക്ഷണമാകാം. ഈ അസുഖത്തിലാണ് 10 മിനിറ്റോളം അല്ലെങ്കിൽ അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഹൃദയമിടിപ്പ് 150-ലധികമൊക്കെ വെച്ച് മെടിക്കുന്നത്. ECG എടുക്കാനുള്ള ഒരു പ്രശ്നമാണ് പലപ്പോഴും ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ നിൽക്കുമ്പോഴും പലപ്പോഴും കേരളത്തിൽ ഇന്ന് ഉടനെ തന്നെ ECG എടുക്കാനുള്ള ഒരു സൗകര്യം കിട്ടിയെന്ന് വരില്ല. അത്തരം ആൾക്കാരിൽ ഈ ഹോൾട്ടറും ചിലപ്പോൾ ഫലപ്രദമാവില്ല. പലപ്പോഴും അങ്ങനെയുള്ളവർക്ക് ഇലക്ട്രോ ഫിസിയോളജിക്കൽ സ്റ്റഡി എന്ന രീതിയിലുള്ള ഒരു രോഗനിർണയോപാധിയുണ്ട്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൃദയത്തിനകത്തേക്ക് വീണ്ടും നമ്മൾ ചെറിയ നാരുകൾ കടത്തിവിട്ട്
ഹൃദയത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത് പൊസിഷൻ ചെയ്തതിന് ശേഷം ഹൃദയത്തിനെ ഉത്തേജിപ്പിക്കും. അപ്പോൾ ഈ അവസ്ഥകളിൽ നെഞ്ചിടിപ്പ് വരാൻ സാധ്യതയുള്ള ആൾക്കാരിൽ അത്തരം എവിടെ നിന്നാണ് വരുന്നതെന്ന് ഹൃദയമിടിപ്പിൻ്റെ പ്രഭവസ്ഥാനം കണ്ടെത്താൻ അത് സഹായിക്കും. EP സ്റ്റഡി എന്ന് പറയും. ഡോക്ടർ, ഇപ്പോൾ ഈ നെഞ്ചിടിപ്പ് രോഗങ്ങളിൽ ആകസ്മികമായിട്ടുള്ള മരണത്തിന് സാധ്യതയുണ്ടോ? മുന്നേ ഉണ്ടായവരില്ല, അതുപോലെ തന്നെ കാർഡിയാക് അറസ്റ്റ്, ഹൃദയസ്തംഭനം മുന്നേ ഉണ്ടായിട്ടുള്ളവരില്ല, ഹൃദയത്തിന് ഘടനാപരമായ വൈകല്യം ഉണ്ടായിരുന്നവർക്ക്, ഹൃദയത്തിൻ്റെ പമ്പിംഗ് ഫങ്ഷൻ 35% താഴെയാണെങ്കിൽ ഇത്തരം രോഗികളിലൊക്കെ തന്നെ ആകസ്മിക മരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രസംഗവേദിയിൽ കുഴഞ്ഞു വീണ് മരിച്ച വിജയ് മാഷിനെയും മുൻ പ്രസിഡൻറ്റിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതുപോലുള്ളൊരു അവസ്ഥ ഉണ്ടാകാനുള്ളൊരു സാധ്യത പലപ്പോഴും ഇതിൽ ഏറ്റവും പ്രശ്നമായിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ആദ്യ പ്രാരംഭ ദശയിൽ തന്നെ ആദ്യമായിട്ട് രോഗം പ്രകടമാവുന്ന അവസ്ഥയിൽ തന്നെ ഈ കുഴഞ്ഞു വീണ് മരിക്കുക എന്നുള്ളത് പല നിർഭാഗ്യവാന്മാരിലും കണ്ടിട്ടുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ ഹൃദ്രോഗം എന്ന് പറയുമ്പോൾ തന്നെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നേക്കാം. ഈ നെഞ്ചിടിപ്പ് രോഗങ്ങൾ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട്, നെഞ്ചിടിപ്പ് രോഗങ്ങൾക്ക് സാധാരണയായിട്ട് ജീവിത രീതിയായിട്ടുള്ള ഒരു വലിയൊരു പ്രാധാന്യം ഇല്ല. എങ്കിലും രണ്ട് കാര്യങ്ങൾ നമുക്കതിൽ വിശകലനം ചെയ്യാവുന്നതാണ്. ഒന്ന്, മദ്യപാനികളിൽ ഈ നെഞ്ചിടിപ്പ് കൂടുതലായിട്ട് ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയുന്ന ഹൃദയത്തിൻ്റെ മുകളിലത്തെ അറയിൽ നിന്ന് വരുന്ന അമിതമായിട്ട് നെഞ്ചിടിപ്പ് വരുന്ന അവസ്ഥ കാണാം. ഇത് പലപ്പോഴും സ്ട്രോക്ക്, പക്ഷാഘാതം പോലെയുള്ള അസുഖങ്ങളിലേക്ക് മാറുകയും ചെയ്യും. രണ്ടാമത്, അമിതമായ മാനസിക പിരിമുറുക്കമുള്ളവരിൽ ഇന്ന് എല്ലാവരും കണ്ടുവരുന്നതാണ്. അവർക്ക് നെഞ്ചിടിപ്പ് മുൻ പറഞ്ഞതുപോലെ പലപ്പോഴും അസ്വാഭാവികമായ രീതിയിൽ അനുഭവപ്പെടാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഹൃദ്രോഗികൾക്ക് പറയുന്ന ചില വ്യായാമ മുറകൾ, ജീവിതശൈലിയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഈ പ്രശ്നത്തിനും നെഞ്ചിടിപ്പ് രോഗങ്ങൾക്കും ബാധകമാണോ? അത് ഗുണം ചെയ്യുമോ എന്നുള്ളതാണ്. നെഞ്ചിടിപ്പ് രോഗങ്ങൾക്ക്, ഈ മാനസിക പെരുമുറുക്കം കൊണ്ടുവരുന്ന നെഞ്ചിടിപ്പ് രോഗങ്ങൾക്ക് യോഗ, ബയോഫീഡ്ബാക്ക് എന്നിവയൊക്കെ ചെയ്യാവുന്നതാണ്. അല്ലാതെ മറ്റൊരു പ്രത്യേക വ്യായാമ മുറകളിലൂടെ നെഞ്ചിടിപ്പിനെ നിയന്ത്രിക്കുക എന്നുള്ളത് സാധാരണ ആൾക്കാർക്ക് സാധ്യമല്ല. കൃത്യമായ ചികിത്സ തന്നെ വേണം അല്ലേ? ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.